ഈ പച്ചവെള്ളത്തിൽ 3 വെള്ളത്തിക്കായി. ഇനിയിപ്പോൾ അതേ പാട്ടക്ക് കണ്ടോ, ഇതേ പാട്ട, ഒരു പാട്ട ഒന്നേ വെള്ളം നേരെ കൊണ്ടുപോവാം. ഗ്യാസ് ഓണാക്കുക, അടുപ്പത്ത് വെക്കുക. ഈ ബിരിയാണിക്ക് ചൂടുവെള്ളം തന്നെ വെച്ചിട്ട് ചോറ് വെക്കണമെന്നൊന്നുമില്ല. ഇങ്ങനെ പച്ചവെള്ളത്തിൽ ഡയറക്റ്റ് അരി ഇടുക, എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടുക, ആവശ്യത്തിൽ ഉപ്പിട്ട് ശകലം, അതായത് പേരിന് 6 ഗേജ് 2 സ്പൂണ് ഓയിൽ. ഓക്കെ, എന്നിട്ട് ഇത് ഇങ്ങനെ ഇളക്കുക. വേണ്ട, ഇതേപോലെ തിളക്കുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് പരിപ്പ് എല്ലാം ഒന്നിച്ചിട്ടിട്ട് അടുപ്പത്ത് വെച്ചുതരാം. പരിപ്പ്, തക്കാളി, പച്ചമുളക്, ഉള്ളി, ഇത് നെയ്ച്ചോറ്. നമുക്ക് നോക്കാം നെയ്ച്ചോറ് എങ്ങനെ ആവുക. വലിയ അത്ഭുതമില്ല പണിയൊന്നുമല്ലേ നെയ്ച്ചോറ്. ഞാൻ തലശ്ശേരി കുക്ക്, മഴവിൽ കാറ്ററിങ്ങിൻ്റെ സാദിഖ് കുക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എളുപ്പമായി നെയ്ച്ചോറ് വെക്കണ്ട്, അത്രമാത്രം. വെച്ച് പാറ് എങ്ങനെയുണ്ട്. നിങ്ങൾ പതവെള്ളത്തിൽ ഇട്ട് വെക്കുന്നതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ വെച്ചാൽ പച്ചവെള്ളത്തിൽ നെയ്ച്ചോറ് വെക്കുക, ഡയറക്റ്റ് അരിയും വെള്ളം എല്ലാം ഒന്നിച്ചിട്ടിട്ട്. ഓക്കെ, അവിടെ മൂട് ആട്ടെ, അതുപോലെ തന്നെ പരിപ്പും മൂടാം. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം എപ്പിടിയെന്ന്. ഓക്കെ, അപ്പോൾ ഇനി കാര്യമായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഉപ്പ് വെള്ളത്തിൻ്റെ ലെവലാണോ നോക്കുക. ഓക്കെ, അങ്ങനെ കുറച്ചെടുക്കുക, ആമല നോക്കുക. ഓക്കെ, ഉപ്പ് റെഡി. അപ്പോൾ നെയ്ച്ചോറ് ഏകദേശം വെള്ളം പറ്റി, കണക്ക് വെള്ളം തോന്നും പറ്റി, നല്ല കുരുമണിച്ചോറ് പോലെ ഉണ്ടാവും. മൂട് പറ്റിക്കോട്ടെ. ഇവിടെ കറണ്ടില്ല, വെളിച്ചം കുറവും. അപ്പോൾ നെയ്ച്ചോറ് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. പരിപ്പ് കറി തിളച്ചുകൊണ്ടിരിക്കുന്നു. ഈ പരിപ്പ് കറിയിലാണ് തേങ്ങ അരച്ച് വയ്ക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. വെറുതെ മഞ്ഞളും ചേർത്ത് തേങ്ങ അരച്ചിട്ടങ്ങ് വെച്ചാൽ മതി. മല്ലിച്ചപ്പ് ഇട്ടാൽ ഉഷാർ. ദാൽ ഫ്രൈ ആണെങ്കിൽ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും വെല്ലിരയെല്ലാം അരച്ചിട്ട് കടുകിലിട്ട് പൊട്ടിച്ചിട്ട് അങ്ങ് ഒഴിച്ച് കുറച്ച് മുളകും പൊടി താളിച്ചിട്ട് കളിക്കുന്ന മുളകും പൊടി ഇട്ടാൽ സംഭവം ഉഷാർ. ഓക്കെ, വീഡിയോ നീട്ടുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. നമുക്കൊന്ന് നെയ്ച്ചോറ് നോക്കാം എപ്പോഴും. ഓക്കെ, ഇതാണ് നമ്മളെ നെയ്ച്ചോറ്. നല്ല കുരുപോലത്തെ ചോറ്, ആ കുരുപോലത്തെ ചോറ്. ഒന്ന് തണിഞ്ഞാലും ഓക്കെ. നെയ്ച്ചോറ് എനിക്ക് അരി വരെ പൊട്ടിപ്പോയിട്ടില്ല, കാരണം കൃത്യം ഇതാ നല്ല കുരു പോലെ, കണ്ടാലറിയാം കുരു പോലത്തെ അരി. നോക്കട്ടെ, ബിസ്മില്ല. വാ, അടിപൊളി നെയ്ച്ചോറ്. അതെടുക്കട്ടെ, നമ്മളൊക്കെ പരിപ്പ് നോക്കാം. പരിപ്പ് ഏകദേശം ആയി വരുന്നതിലും, കാരണം പരിപ്പ് വെള്ളത്തിലാണ് ഡയറക്റ്റ് ഇട്ടതാണ്. ആയി ഇൻഷാ അല്ലാഹ്. ഇത് 5 മിനിറ്റ് കൂടി പരിപ്പ് ഏകദേശം ആവും. പരിപ്പ് പൊട്ടി കാണുന്നില്ലേ, 5 മിനിറ്റും കൂടി. അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി ഇതാണ്. പിന്നെ നിങ്ങൾ കാണാതെ ഒരു മീൻ പൊരിച്ചും കൂടി ഉണ്ട്, അതിൽ വെച്ച്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് നെയ്ച്ചോറ് പച്ചവെള്ളത്തിൽ വെച്ചിട്ട്. ഈ ചൂടുവെള്ളമൊന്നും വെക്കണ്ട, വറക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഓക്കെ, വെച്ച് പാറ്.